ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഹെംസ്റ്റാറിൻ്റെ കുറേ അപ്ഡേറ്റും കാര്യങ്ങളും വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ഹെംസ്റ്റാറിൻ്റെ ഒഫീഷ്യലല്ല, കുറേ പേജിലാണ് ഈ കാര്യം എത്തുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ കുറേ ഇതിനെന്തായാലും നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്തായാലും നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇത് സത്യമാണെന്ന് അറിയില്ല, എന്നാലും ഏകദേശം ഒക്കെ ഉറപ്പായിട്ടുണ്ട്. ഇത് കാണും പെർ പ്രോഫിറ്റ്, അതുപോലെ ഈ കോയിനൊന്നും നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാതെ വേറെ ഓപ്ഷൻസ് ഇല്ല. അപ്പം നമുക്കിത് വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആകെ ഒരു മാർഗം ഈ കണക്ട് ടു വാലറ്റ് മാത്രമാണ്. അപ്പോൾ നമ്മളത് ഇവിടെ എല്ലാവർക്കും ആണെങ്കിൽ നീലതിൽ ഇവിടെ ഒരു ബ്ലൂ ടിക്കാണ്, ഒരു വൈറ്റ് ടിക്കാണ്. അവിടെ എന്തായാലും കണക്റ്റ് ആയെന്ന് നിങ്ങൾ എന്തായാലും ഉറപ്പ് വരുത്തുക. അവിടെ ടിക്ക് വരണം. ആ ടിക്ക് വരുന്നുണ്ടോ എന്ന് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കാം. ഓക്കെ, എന്ന് വെച്ചാൽ പിന്നെ വേറെ എന്ന് വെച്ചാൽ നമ്മൾ മൈനിൽ പോകുമ്പം നമുക്ക് കാണാം ഇവിടെ പെർ പ്രോഫിറ്റ് അവർ കാണാം. അത് ഏകദേശം എല്ലാവരും കൂട്ടാൻ ശ്രമിക്കുക. അതെങ്ങനെ കൂട്ടില്ലെന്ന് വെച്ചാൽ ഇതവിടെ ഈ എക്സ്ചേഞ്ച് ടോക്കൺ ഇവിടെ നമ്മളെ ഈ മൈനിൽ പോയാൽ കാണാം കുറേ ടോക്കൺസ്. ഇതിൽ കാണാം കുറേ ടോക്കൺ മാർക്കറ്റ് PR ടീമിൽ, അതുപോലെ തന്നെ ലീഗല്, അതിലൊക്കെ കാണാം കുറേ ടോക്കൺ. അതൊക്കെ നിങ്ങൾ ലെവൽ അപ്ഗ്രേഡ് ചെയ്യുക. അപ്പം ലെവൽ അപ്ഗ്രേഡ് ചെയ്താൽ മാത്രമേ അതിൽ പ്രോഫിറ്റ് കിട്ടത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഈ സ്പെഷ്യലിൽ കുറേ വലിയ ടോക്കണാണ്, 1 മില്യൺ, കുറേ പൈസ കൊടുത്താൽ കുറേ ടോക്കൺ. അതും നിങ്ങൾ ഏകദേശം കുറച്ചൊക്കെ മേടിച്ചേക്കാം. പിന്നെ നമ്മൾ മെയിനായിട്ട് കൊടുക്കേണ്ടതാണ് നമ്മളെ ഈ പെർ പ്രോഫിറ്റ്. അവിടെ എന്തായാലും നിങ്ങൾ അത് കൂട്ടുക, അതിൽ കുറേ അപ്ഗ്രേഡ് ചെയ്ത് കുറേ ആക്കുക. അത് വിചാരിച്ചിട്ട് നിങ്ങൾ ഈ ടോക്കൺ കുറച്ചായിട്ട് കൂട്ടണമെന്നല്ല, ഒരു 50% നിങ്ങൾ രണ്ടിനും പ്രാധാന്യം കൊടുക്കുക. 50-50 കൊടുക്കുക. അപ്പോൾ ഓക്കെ, അതിന് നിങ്ങൾ മെയിനായിട്ട് പ്രാധാന്യം കൊടുക്കുക. അതുപോലെ തന്നെ എന്ന് വെച്ചാൽ ഇവിടെ കാണാം, അതാ ഏൺ മോർ കോയിൻസ്. അതാ ഇവിടെ ഈ കോയിൻസ് നമ്മൾ ഏകദേശം അതൊക്കെ ഒന്ന് ഡെയിലി അതൊക്കെ ഒന്ന് ഏൺ ചെയ്യാൻ വേണ്ടി നോക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ലെവൽ നമുക്കറിയാം, ഈ സാധനം ലെവൽ കൂട്ടിയാൽ മാത്രമേ നമുക്ക് ഒന്നുകൂടി ഈ ഓട്ടോമാറ്റിക് ഇതിങ്ങനെ കൂട്ടുള്ളൂ. ഇവിടെ കാണാം ഈ കോയിൻ ഓട്ടോമാറ്റിക് കൂടുന്ന നിങ്ങൾക്ക് കാണാം. അതുപോലെ കൂടണമെങ്കിൽ ഇത് ലെവൽ അപ്ഗ്രേഡ് ചെയ്യണം. അതുപോലെ തന്നെ ഇന്നത്തെ ഡെയിലി കോംബോയും ഞാൻ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് കാണാം, ഞാനിവിടെ ഡെയിലി സിപ്പർ ഞാൻ ചെയ്തിട്ടില്ല, അത് നമുക്ക് ചെയ്യണം. ഓക്കെ, അത് വിചാരിച്ചാൽ അതുപോലെ തന്നെ പെർ പ്രോഫിറ്റ് അത് നിങ്ങൾ ഇത് സത്യമാണോ എന്ന് അറിയത്തില്ല, എന്നാലും നിങ്ങൾ ഏകദേശം ഇതൊക്കെ ഒന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ നമുക്കിവിടെ കാണാം എക്സ്ചേഞ്ച്. നമ്മുടെ ഇതിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ചോയ്സ് നമ്മുടെ എക്സ്ചേഞ്ച് ഞാൻ ഇവിടെ ബൈബീറ്റാണ് എടുത്തത്. ബൈബീറ്റ് കാരണം ബൈബീറ്റിനാണ് ഏറ്റവും കൂടുതൽ ഈ ഇത് നമ്മുടെ ഇതിൽ പോവാം. എന്താ പറയുക, ഈ ഓരോ കറൻസി എടുത്തിട്ട് നമ്മൾ നോക്കുക, അതിൻ്റെ മൂല്യം അതിനനുസരിച്ച് നമ്മൾ മാറ്റി കൊടുത്താൽ മതി. ഞാൻ എന്തായാലും ബൈബീറ്റാണ് എടുത്തത്. അപ്പോൾ നമ്മളിനി ഇത്രയുള്ള നമ്മുടെ ഇമ്പോർട്ടൻറ്റ് മെയിനായിട്ട് ഈ പെർ പ്രോഫിറ്റ് അവിടെ നിങ്ങൾ മെയിനായിട്ട് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ അടിക്ക് പോയാൽ ബൂസ്റ്റ് ചെയ്ത് കൊടുത്താൽ നമ്മളെ മൾട്ടിപ്പിൾ ടാപ്പ് ആ ടാപ്പിൻ്റെ എണ്ണം കൂടും. അതുപോലെ തന്നെ എനർജി ലിമിറ്റ് നമുക്ക് കാണാം. എൻ്റെതെന്ന് വെച്ചാൽ ഇവിടെ കാണാം, 8000ആണ്, നമുക്ക് 8000ആണ്. അതും കൂട്ടി കൊടുക്കാനാണ് അതിൻ്റെ ഒരു വേറെ കാര്യം. അപ്പോൾ ഇനി നമുക്ക് ഡെയിലി ഡെയിലി സിപ്പർ നോക്കാം. അല്ല, അവിടെ അതിന് വേണ്ടി നമ്മൾ പെർ ടാപ്പിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഇന്നത്തെ ഡെയിലി സിപ്പർ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ടോക്കൺ TOKEN ടോക്കണാണ് ഇന്നത്തെ ഡെയിലി സിപ്പറിൻ്റെ അക്കം. ഞാൻ പറഞ്ഞ Tക്ക് ഒറ്റ വര, പിന്നെ Oക്ക് 1 2 3 വര, പിന്നെ Kക്ക് ഒരു വരയും ഒരു കുത്തും ഒരു വര. അപ്പം K ആയി. പിന്നെ Eക്ക് ഒറ്റ പുള്ളി കുത്തി, പിന്നെ Nന് ഒറ്റ വരയും ഒരു ഇതും. അപ്പോൾ ടോക്കൺ. അപ്പോൾ ഓക്കെ, മനസ്സിലായില്ലേ? Tക്ക് ഒറ്റ വരയും 3 വര, Kക്ക് ഒറ്റ വരയും ഒരു കുത്തും ഒറ്റ വര, പിന്നെ Eക്ക് ഒറ്റ കുത്ത് ഒറ്റ ഡോട്ട്, പിന്നെ Nന് ഒരു വരയും ഒരു ഡോട്ട്. അപ്പോൾ അതാണ് മറ്റേ ഡെയിലി കോംബോ. ഡെയിലി കോംബോ എന്ന് വെച്ചാൽ ലൈസൻസ് ആണ്. ഒരു ലൈസൻസ് പ്രഡിക്ഷൻ മാർക്കറ്റും അതുപോലെ തന്നെ ഡെറിവേറ്റീവ്സും ആണ്. ഒന്നുകൊണ്ട് നമുക്ക് ആദ്യം ലൈസൻസ് ആണ്, ലീഗൽ
ലീഗൽ പോയാൽ ലൈസൻസ് ജപ്പാൻ. ലൈസൻസ് ജപ്പാൻ എവിടെ? ലൈസൻസ് ജപ്പാൻ ഉണ്ടല്ലേ. അത് നമ്മൾ ജസ്റ്റ് അപ്പം നമ്മളെ അതിന് പ്രഡിക്ഷൻ മാർക്കറ്റിൽ പോവാം. അതിൽ പോകുമ്പം കാണാം പ്രഡിക്ഷൻ മാർക്കറ്റ് പോലെ അടിയിൽ പോയാൽ പ്രഡിക്ഷൻ മാർക്കറ്റ് 100 അപ്പോൾ അത് കംപ്ലീറ്റ് ആയി. അപ്പോൾ നമുക്ക് ഒരു 2 കംപ്ലീറ്റ് ആയി. ഇനി ഇല്ലത് ഡെറിവേറ്റീവ്സ് നോക്കണം നമുക്ക്. ലീഗലിൽ പോയാലായിരിക്കും ചിലപ്പം നോക്കി നോക്കാം. സ്പെഷ്യൽ മാർക്കറ്റ് ഡെലിവേഴ്സ് കിട്ടുമെങ്കിൽ ട്രേഡിംഗ് ഇൻറ്റു 20 ലെവൽ 9 ആണ്. അപ്പം ട്രേഡിംഗ് 20 അത് 9 ആക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കറിയാം ഇവിടെ ലെവല് ഇതിപ്പോൾ എൻ്റെ ലെവല് 5 ആയിട്ടുള്ളൂ. ലെവല് ആണല്ലോ. ഡെറിവേറ്റ്സ് ആണെങ്കിൽ മെർജിൻ ലെവൽ 9 ആണ്. എൻ്റെ ഇപ്പോൾ മെർജിൻ ട്രേഡിംഗ് ലെവല് 7 ആയി. 8 9 9ആയി. അപ്പം ഡെറിവേറ്റ്സ് നമ്മളത് അൺലോക്ക് ആയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എൻ്റെ അത് കിട്ടി കണ്ടോ, 5000 കിട്ടി. അപ്പോൾ നമുക്ക് കാണാം അവിടെ ലൈസൻസ് ജപ്പാൻ, പ്രഡിക്ഷൻ മാർക്കറ്റ്, ഡെറിവേറ്റ്സ്. അപ്പോൾ നമുക്ക് ഇതിലാന്ന് കാണാം ലൈസൻസ് ജപ്പാൻ. ലീഗലിൽ പോയിട്ട് ഇവിടെ അടിയിൽ പോയാൽ കാണാം ലൈസൻസ് ജപ്പാൻ. അതുപോലെ തന്നെ പ്രഡിക്ഷൻ മാർക്കറ്റിൽ പോവാം. മാർക്കറ്റിൽ നേരെ വരുമ്പോൾ പ്രഡിക്ഷൻ മാർക്കറ്റും ഡെറിവേറ്റ്സും നമ്മളിവിടെ തന്നെ ഉണ്ട്. അപ്പം ഇതാണ് ഡെയിലി കോംബോ. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ജസ്റ്റ് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അതുപോലെ തന്നെ സ്പെഷ്യലിൽ നമ്മൾ മൈ കാർഡിൽ ഈ കുറേ കാർഡ് ഉണ്ടാവും. നമ്മൾ ജസ്റ്റ് അത് മേടിക്കാൻ ശ്രമിക്കും, കാരണം അത് ചിലപ്പം മിസ്സായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ ശരി. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ ശരി, എല്ലാവർക്കും ബൈ ബൈ, താങ്ക്സ്.